അങ്ങനെ തിരമാലകൾ പോലെ ഇരമ്പി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെന്ന കൊടുങ്കാറ്റിൽ ഇപ്പോൾ അങ്ങനെ മുട്ടുകുത്തി കടപുഴകി വീണിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എഴുതി വാങ്ങിക്കാൻ കഴിഞ്ഞിരിക്കുന്നു, രാജിവെച്ചിരിക്കുന്നു. മുട്ടുമടക്കുമ്പോൾ അതൊരു ഐതിഹാസിക ചരിത്ര നിമിഷമായി രേഖപ്പെടുത്തുകയാണ്. സംഘശക്തിയുടെ വിജയം, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ വിജയം, ഒരു മൂവ്മെന്റിന്റെ വിജയം. പല മൂവ്മെന്റുകളും പല രാജ്യങ്ങളിലും അങ്ങനെ ഓരോ സാഹചര്യങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉടലെടുക്കാറുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള കാഴ്ചകളാണ്. संविधान जिंकलाय, लोकतंत्र जिंकलाय, भारत जिंकलाय आणि तानाशाह हरलाय. It's a victory for the Constitution of India. It's a victory for the people of India, and it's a defeat for the dictator. ഭരണഘടനാ ശില്പിയുടെ ചിത്രവും ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അവർ ആഹ്ലാദം പങ്കുവയ്ക്കുന്നത്. ആശിഷ്, ഇടുക്കിയിൽ നിന്നൊരു പ്രേക്ഷകനുണ്ട്. ആശിഷ്, ഈ ഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത്? ആശിഷ്, ഇത് ഇന്ത്യ സഖ്യം രൂപീകരിച്ചതിന് ശേഷം അവരുടെ പല ലക്ഷ്യങ്ങളും അവർക്ക് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പം പാർട്ടി ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്നു. അതിൻ്റെ കൂടെ ഒരു രാജ്യത്തിന്റെ നട്ടലായ വിദ്യാർത്ഥികളും കൂടെ ചേർന്നപ്പോഴത്തേനും അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു, അതിലവർ വിജയിക്കുകയും ചെയ്തു. ഇതായിരിക്കണം മുന്നോട്ടുള്ള ഇന്ത്യയുടെ യഥാർത്ഥ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. യെസ്, ആശിഷ് ഇടുക്കിയിൽ നിന്നും പ്രതികരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞു വന്ന പ്രതികരണങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇത് വിദ്യാർത്ഥികളുടെ SCJP എന്ന വിദ്യാർത്ഥി ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് മാത്രം അവകാശപ്പെടുന്ന ഒരു വിജയമായി തന്നെ നമുക്ക് ഇതിനെ അടയാളപ്പെടുത്താം. കാരണം അവർ 35 നാൾ മുമ്പ് ജന്തർ മന്ദിറിലേക്ക് എത്തുമ്പോൾ അവരുടെ കൈവശം ഒരു ബ്ലാങ്ക് പേപ്പർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ കുറച്ച് അഭിജിത് ദീപ് കെ പോലെയുള്ള കുറച്ച് കഴിവുറ്റ ശേഷിയുള്ള യുവാക്കളുടെ നിര മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അതിനൊപ്പം പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയം ചലിക്കേണ്ടി വന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്തുണ നൽകേണ്ടി വന്നു. പാർലമെന്റിലടക്കം കോൺഗ്രസിന് ഏറ്റവും ഒടുവിൽ മുഖം തിരിച്ച് മുന്നോട്ട് പോയ കോൺഗ്രസിനും ഇവർക്കൊപ്പം നിലപാടിനൊപ്പം ചേരേണ്ടി വന്ന കാഴ്ചയാണ് കണ്ടത്. റഷീദ് കൊയിലാണ്ടിയിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. റഷീദ്, പറഞ്ഞോളൂ. ഐതിഹാസികമായ വിജയം ആഘോഷിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യം നിങ്ങളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് മുഖം തിരിഞ്ഞു നിന്ന് സർക്കാരിന് മുഖത്തേറ്റ ഒരടിയായി ഈ തീരുമാനത്തെ നാം കാണേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ അവര് സമൂഹത്തിന് നന്മ ചെയ്യേണ്ടവരാണ്. അവർ സമൂഹത്തിന് അവർ രാജ്യത്തിന് വെളിച്ചമേകേണ്ടവരാണ്. രാജ്യത്തിന് എല്ലാ നിലയിലും അവർ മുന്നോട്ട് നയിക്കേണ്ടവരാണ്. അവര് ഒരു വളരെ പ്രധാനപ്പെട്ട നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട്, അതേപോലെ നീറ്റ് പരീക്ഷയിൽ എന്തെല്ലാം മോശമായ തരത്തിൽ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അത് ഉദ്യോഗസ്ഥന്മാരായാലും രാഷ്ട്രീയക്കാരായാലും മറ്റാളുകളായാലും അവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ഈ ഒരു ക്രമക്കേട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലെന്നും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അവർ നയിച്ച പ്രകടനം, അവർ നയിച്ച സമരം അത് വിജയം കണ്ടിരിക്കുന്നു. അത് വിജയം കണ്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട്. തീർച്ചയായും ഇങ്ങനെയുള്ള ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരം അതൊരിക്കലും മുഖം തിരിഞ്ഞ് നിൽക്കരുത്. അതാണ് ഈ ദീപക് പറഞ്ഞിരിക്കുന്നത്. ശരി റഷീദ്, വളരെ വ്യക്തമാണ്. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ മുഖത്തേറ്റ ഒരു പ്രഹരം തന്നെയാണ് ഈ വിദ്യാർത്ഥികളുടെ സമരത്തിൽ നിന്നുണ്ടായത്.